ഡിസംബർ 3-ാം തീയതി ഓപ്പോ പുറത്തിറക്കിയിട്ടുള്ള ഏറ്റവും പുത്തൻ ഫോണാണ് ഓപ്പോയുടെ ഫൈൻഡ് എക്സ് പ്രോ. ഈ ഫൈൻഡ് എക്സ് പ്രോൻ്റെ ഡീറ്റെയിൽസാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ നോക്കാൻ വേണ്ടി പോകുന്നത്. ഞാൻ ഈ ഫോൺ വാങ്ങിയിട്ടുണ്ട്. ഇത് ഡിസംബർ 3-ന് നമ്മുടെ കയ്യിലെത്തിയിട്ടുണ്ട്. അപ്പോൾ ഈ ചാനലിൽ നമ്മൾ കൂടുതലും AI ഇൻ്റഗ്രേറ്റഡ് കാര്യങ്ങളാണ് ചെയ്യുന്നത്. നമ്മൾ ആദ്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇതൊരു AI ബേസ്ഡ് ഫോണാണ്. അതുകൊണ്ട് തന്നെയാണ് നമ്മൾ ഈ ഫോണിൻ്റെ റിവ്യൂവും ചെയ്യുന്നത്. ഈ ഫൈൻഡ് എക്സ് പ്രോ ഡിസംബർ 3-ന് ഇറങ്ങി. ഡിസംബർ 3-ന് നമ്മുടെ കയ്യിലെത്തി. ഇന്നിപ്പോൾ നമ്മൾ 2-3 ദിവസമായിട്ട് ഇപ്പോൾ ഇത് യൂസ് ചെയ്യുന്നു. ഇപ്പോൾ ഇന്ന് ഡിസംബർ 5-ാം തീയതിയാണ്. 5-ാം തീയതിയാണ് നമ്മൾ ഈ വീഡിയോ ഷൂട്ട് ചെയ്യുന്നത്. അത് നിങ്ങൾ കാണുന്നത് 5-ാം തീയതി തന്നെ ആയിരിക്കും. സോ ഈ ഫൈൻഡ് എക്സ് പ്രോയിൻ്റെ ഞാൻ കണ്ടിരിക്കുന്ന ചില പ്രത്യേകതകൾ ബേസിക്കലി ഇതിൻ്റെ ക്യാമറയിലും അതേപോലെ തന്നെ ഇതിൻ്റെ ഈ AI ഫീച്ചേഴ്സ് നമുക്ക് അല്ലാണ്ട് തന്നെ പുറത്തുനിന്ന് യൂസ് ചെയ്യാൻ പറ്റുന്ന സെയിം ഫീച്ചേഴ്സിനെ ഇതിൻ്റെ ഉള്ളിൽ ഓൾറെഡി ഇൻബിൽഡ് ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത. പിന്നെ ഏറ്റവും പുതിയ പ്രൊസസ്സറാണ് ഇതിൽ വരുന്നത്. അപ്പോൾ അതേപോലെ തന്നെ എക്സ്ക്ലൂസീവ് ക്യാമറ ഫീച്ചേഴ്സ് ഉണ്ട്. ഗ്ലാസ് അലൂമിനിയം അലോയ് ബോഡീസാണ് വരുന്നത്. 8.24 മില്ലിമീറ്ററാണ് ഇതിൻ്റെ ഒരു തിക്നെസ് എന്ന് പറയുന്നത്. അതേപോലെ തന്നെ 5910 ഓൾമോസ്റ്റ് ക്ലോസ് ടു 6000 mAh ബാറ്ററിയാണ്. സിലിക്കൺ കാർബൺ ബാറ്ററിയാണ് ഇതിൽ യൂസ് ചെയ്യുന്നത്. ഈ ഒരു ബാറ്ററി ചാർജ് ചെയ്യാൻ വേണ്ടി മാക്സിമം 55 മിനിറ്റാണ് കമ്പനി അവകാശപ്പെടുന്നത്. ഏകദേശം കറക്റ്റാണ്. ആ ഒരു സമയം കൊണ്ട് തന്നെ നമുക്കിത് കംപ്ലീറ്റ്ലി ചാർജ് ചെയ്യാൻ വേണ്ടി സാധിക്കുന്നുണ്ട്. സോ വിതൗട്ട് വേസ്റ്റിംഗ് ടൈം, വെൽക്കം ടു ടെക് ട്രെൻഡ്സ്. എല്ലാവരും ചോദിക്കുന്നൊരു ചോദ്യമാണ്, എന്തുകൊണ്ട് ഈ 1 ലക്ഷം രൂപയോളം മുടക്കിയിട്ട് ഓപ്പോൻ്റെ ഒരു ഫോൺ എടുത്തു എന്നുള്ളത്. അതിൽ എനിക്ക് പ്രധാനമായിട്ട് 2 റീസണാണ്. ഒന്ന്, ഞാനിതിനു മുമ്പ് ഉപയോഗിച്ചത് ഓപ്പോ റെനോ 2Z എന്ന് പറയുന്ന അതിൻ്റെ ഒരു ഫ്ലാഗ്ഷിപ്പ് കൈൻഡ് ഓഫ് ഫോണാണ്. അത് കഴിഞ്ഞിട്ട് ഇപ്പോൾ വന്നിട്ടുള്ള ഏറ്റവും രണ്ടാമത് വന്നിരിക്കുന്ന ഈ ഒരു ഫോൺ ഓപ്പോ. ഇത് ഓപ്പോ ഇഷ്ടം കൊണ്ട് മാത്രമല്ല, അതിനൊരു റീസണും കൂടിയുണ്ട്. അതാണ് ഹാസൽബ്ലാഡ്. ഈ ഹാസൽബ്ലാഡിനെ കുറിച്ച് നിങ്ങൾ കേട്ടിട്ടുണ്ട്. 2016 വേൾഡിലെ ഫസ്റ്റ് കോമ്പാക്റ്റ് മീഡിയം ഫ്രെയിം മിറർലെസ് ക്യാമറ ഇറക്കിയിട്ടുള്ളത് ഈ ഹാസൽബ്ലാഡ് എന്ന് പറഞ്ഞ കമ്പനിയാണ്. ഈ കമ്പനി 1841 സ്വീഡനിൽ തുടങ്ങിയ ഒരു കമ്പനിയാണ്. ഫ്രിഡ്സ് വിക്ടർ ഹാസൽബ്ലാഡ് എന്നായിരുന്നു പുള്ളിൻ്റെ പേര്. അപ്പോൾ അങ്ങനെ ആ പുള്ളി തുടങ്ങിയിട്ടുള്ളൊരു കമ്പനിയാണ്. അവരുടെ ഇത്രയും ഈ വേൾഡ് ഫസ്റ്റ് കോമ്പാക്റ്റ് ഡിജിറ്റൽ കോമ്പാക്റ്റ് മിറർലെസ് ഫുൾ മീഡിയം ഫോർമാറ്റ് ക്യാമറ ഉണ്ടാക്കിയിട്ടുള്ള ഈ ഹാസൽബ്ലാഡ് എന്ന് പറഞ്ഞ കമ്പനിയാണ് ഇതിൻ്റെ ഈ ക്യാമറയെ ബാഡ് ചെയ്തിരിക്കുന്നത്. അവരാണ് ഇത് ട്യൂൺ ചെയ്തിരിക്കുന്നത്. സോ ആ ഒരു വിശ്വാസം നമുക്ക് ക്യാമറയിലുണ്ട്. അതിന് എത്രത്തോളം നിലവാരം ഉണ്ട് എന്നുള്ളത് ഞാൻ ഈ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ഏകദേശം കണ്ടു. ഇനി അങ്ങോട്ട് വരും ദിവസങ്ങളിൽ കൂടുതൽ എക്സ്പെരിമെൻറ്റ് ചെയ്യാനുണ്ട്. ഒരുപാട് ക്യാമറ ഫീച്ചേഴ്സ് ഇതിൻ്റെ അകത്തുണ്ട്. സോ വിതൗട്ട് വേസ്റ്റിംഗ് നമുക്ക് അത് 1 by 1 ഏതൊക്കെയാണെന്ന് നോക്കാം. നമ്മളിപ്പോൾ എന്ത് സാധനം കമ്പയർ ചെയ്യുമ്പോൾ ഐഫോണായിട്ടാണല്ലോ കമ്പയർ ചെയ്യുക. പണ്ട് ഐഫോണിലൊക്കെ ഉണ്ടായിരുന്ന ഒരു അലേർട്ട് ബട്ടൺ പോലത്തെ ഒരു ബട്ടൺ ഇതിനുണ്ട്. ഫസ്റ്റത്തെ സ്ലൈഡ് വൈബ്രേഷൻ, പിന്നെ ഇങ്ങോട്ടൊക്കെ കഴിഞ്ഞാൽ സൈലൻറ്റ്. അങ്ങനെ ഇവിടെ തന്നെ നമുക്കതിൻ്റെ ബട്ടണും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഉണ്ടോ? ഇപ്പോൾ നോർമൽ മോഡിലേക്കായി. റിങ്ങിങ് മോഡിലേക്ക് മാറി വൈബ്രേഷൻ, സൈലൻറ്റ്. സോ നമുക്ക് ഈസി ആയിട്ട് പെട്ടെന്ന് തന്നെ പോക്കറ്റിൽ തന്നെ ഫോണിന് വൈബ്രേഷൻ, സൈലൻറ്റ് മോഡിലേക്ക് മാറ്റാൻ വേണ്ടി സാധിക്കും. പിന്നെ ഇപ്പോഴത്തെ പുതിയ iPhone 16 Pro ഒക്കെ വരുന്ന പോലത്തെ ഡെഡിക്കേറ്റഡ് ആയിട്ടുള്ള ഈ ഒരു ബട്ടൺ. ഇപ്പോൾ നമുക്ക് ഇവിടെ ഒന്ന് ഡബിൾ ടാപ്പ് ചെയ്ത് കഴിഞ്ഞാൽ അപ്പോൾ തന്നെ ക്യാമറ ഓൺ ആവുകയും അത് സൂം ചെയ്യാനും സൂം ഔട്ട് ചെയ്യാനൊക്കെ നമുക്ക് ഇവിടെ തന്നെ ജസ്റ്റ് ഇങ്ങനെ ടാപ്പ് ചെയ്യാൻ സാധിക്കും. ആ ഒരു ഫംഗ്ഷൻ ഇതിലുണ്ട്. അപ്പോൾ ഏത് സമയത്തും നമുക്ക് ക്യാമറ റെഡി ടക്കുന്നുണ്ട് ക്യാമറ ഓൺ ചെയ്യാൻ വേണ്ടി സാധിക്കും. പിന്നെ IP68 and IP69 ആണ് ഇതിൻ്റെ വാട്ടർ പ്രൂഫിങ് കമ്പനി അവകാശപ്പെടുന്നത്. അത് നമ്മളിതൊരു ടെസ്റ്റ് ചെയ്തിട്ടില്ല. നമുക്ക് പിന്നീട് വരുന്ന വഴിയിൽ ഇപ്പം ടെസ്റ്റ് ചെയ്യാം. അതുപോലെ ഡിസ്പ്ലേ എന്ന് പറയുന്നത് 120 Hz Pro HDR ഡിസ്പ്ലേ ആണ് വരുന്നത്. സൈസ് എന്ന് പറയുന്നത് 6.78 ആണ് ഇതിൻ്റെ ഒരു സൈസ് വരുന്നത്. അതുപോലെ തന്നെ 2160 Hz PWM വരുന്നുണ്ട്. ഇതിൽ അതേപോലെ ഒരു സർട്ടിഫിക്കേഷൻ വരുന്നുണ്ട്. കണ്ണിന് ഇത് വരുന്ന ഒരു TUV റെയിൻ ഐലൻഡ് ഐ കംഫർട്ട് 4.0 സർട്ടിഫിക്കേഷനൊക്കെ ഈ ഫോണിന് വരുന്നുണ്ട്. അതേപോലെ ഡോൾബി വിഷൻ HDR Pro ഉണ്ട്. HDR10, HDR10+, പിന്നെ HALG തുടങ്ങിയ ടെക്നോളജിയൊക്കെയാണ് ഡിസ്പ്ലേയിൽ ഉപയോഗിച്ചിട്ടുള്ളത്. ഇതിൻ്റെ ഡിസ്പ്ലേൻ്റെ കൂടുതൽ ഡീറ്റെയിൽസ് നമുക്ക് വരും ദിവസങ്ങളിൽ ഇനിയുള്ള റിവ്യൂ ചെയ്യുന്ന ആൾക്കാരൊക്കെ ചെയ്യട്ടെ. നമുക്കിപ്പോൾ മെയിനായിട്ട് ഇതിനെക്കുറിച്ച് അറിയാനുള്ളത് ഇതിൻ്റെ ക്യാമറ എങ്ങനെയുണ്ട്, ഇതിൻ്റെ അതേപോലെ AI ഫീച്ചേഴ്സ് എന്തൊക്കെയാണെന്നാണ് നമ്മൾ നോക്കുന്നത്. സോ വി ആർ മോർ കോൺസെൻട്രേറ്റ് ഇൻ ടു ക്യാമറ ആൻഡ് AI ഫീച്ചർ. നമുക്ക് ഗെയിം ഓറിയൻറ്റഡ് പെർഫോമൻസ് ഒന്നും നമുക്ക് ആവശ്യമില്ല. ബട്ട് പെർഫോമൻസിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ ഏറ്റവും പുതിയ മീഡിയാടെക്കിൻ്റെ ഡിമെൻസിറ്റി 9400 എന്ന് പറയുന്ന ചിപ്സെറ്റാണ്, പ്രൊസസ്സറാണ് ഇതിൽ ഉപയോഗിച്ചിട്ടുള്ളത്. അതേപോലെ ഏറ്റവും പുതിയ കൂളിംഗ് ടെക്നോളജിയാണ്. ഇതുവരെ ഹീറ്റ് ആയിട്ടില്ല. ഞാൻ കുറച്ചൊക്കെ യൂസ് ചെയ്ത് നോക്കിയിട്ടും ഫോൺ ഇതുവരെ ഹീറ്റ് ആയിട്ടില്ല. അപ്പോൾ ഹീറ്റിംഗ് ഇഷ്യൂ ഇല്ല. അതേപോലെ AI ലിങ്ക് ബൂസ്റ്റ് നെറ്റ് എന്ന് പറയുന്നൊരു ഫീച്ചർ ഇതിൻ്റെ അകത്ത് പറയുന്നുണ്ട്. അതായത് കുറേ ആൾക്കാരുള്ള സ്ഥലത്ത് അല്ലെങ്കിൽ തിരക്കുള്ളൊരു സ്ഥലത്തൊക്കെ നമുക്ക് നെറ്റ്വർക്ക് സ്ലോ ആണെങ്കിൽ അത് കുറച്ചുകൂടി ഫാസ്റ്റ് ചെയ്ത് യൂസ് ചെയ്യാനുള്ള ഒരു ഫീച്ചറുണ്ട്. അതുപോലെ ബാറ്ററി ഞാൻ ഓൾറെഡി പറഞ്ഞു 5910
mAh ബാറ്ററിയാണ് വരുന്നത്. ഓൾമോസ്റ്റ് ക്ലോസ് ടു 6000 mAh. സിലിക്കൺ കാർബൺ ബാറ്ററിയാണ് ഇതിൽ ഉപയോഗിച്ചിട്ടുള്ളത്. യൂട്യൂബ് ഏകദേശം 23 മണിക്കൂർ യൂട്യൂബ് നമുക്ക് കണ്ടിന്യൂസ്ലി വാച്ച് ചെയ്യാനും, അതേപോലെ നെറ്റ്ഫ്ലിക്സ് ആണെങ്കിൽ 24 മണിക്കൂറാണ് കമ്പനി അവകാശപ്പെടുന്നത്. ബാറ്ററിയിൽ എനിക്കിതൊരു നല്ലൊരു പ്രശ്നം തോന്നിയിട്ടില്ല, കാരണം അത്രയും ഒരു DP യൂസ് ഇതുവരെ ചെയ്തിട്ടില്ല. അത് നമുക്ക് ഇനി വരുമ്പോൾ ടെസ്റ്റ് ചെയ്യേണ്ട കാര്യമാണ്. 80 വാട്ട്സിൻ്റെ ഫാസ്റ്റ് ചാർജിങ്ങും 50 വാട്ട്സിൻ്റെ വയർലെസ് ചാർജിങ്ങുമാണ് ഇത് സപ്പോർട്ട് ചെയ്യുന്നത്. ക്യാമറ യൂണിറ്റിനെ പറ്റി പറയുകയാണെങ്കിൽ ഒരു കോഡ് ക്യാമറ സെറ്റപ്പാണ് ഇതിന് വരുന്നത്. 4 ക്യാമറകളാണ്, 5 MBൻ്റെ 50 MBൻ്റെ 4 ക്യാമറകളാണ് വരുന്നത്. 73 mm 3x സൂമും 135 mm 6x സൂമും, അതുപോലെ 15 mm to 300 mm ആണ് ഇതിൻ്റെ ഒരു സൂമിൻ്റെ ഒരു റേഞ്ച് എന്ന് പറയുന്നത്. അതിൻ്റെ അകത്ത് തന്നെ ഹൈപ്പർട്രോൺ ഇമേജ് എൻജിൻ എന്ന് പറഞ്ഞ ഫീച്ചറുണ്ട്. ഏകദേശം 9ഓളം റോ ഇമേജസിനെ കമ്പൈൻ ചെയ്തിട്ടാണ് ആ ഒരു സിസ്റ്റം വർക്ക് ചെയ്യുന്നത്. അതേപോലെ എടുത്തു പറയേണ്ടതാണ് സ്റ്റേജ് മോഡ്. സ്റ്റേജിൽ നിന്നൊക്കെ നമുക്ക് സ്റ്റേജിലുള്ള ഒരു ഇവൻറ്റിൻ്റെ ഫോട്ടോസൊക്കെ എടുക്കണമെങ്കിൽ കുറച്ച് സൂം ചെയ്യേണ്ടി വരില്ല. അപ്പോൾ അത്തരത്തിലുള്ള സ്റ്റേജ് മോഡ്സ് ഉണ്ട്. അതേപോലെ ലൈറ്റ്നിങ് സ്നാപ്പ് എന്ന് പറഞ്ഞിട്ട് പെട്ടെന്ന് മൂവ് ചെയ്യുന്ന സാധനത്തിൻ്റെ പെട്ടെന്ന് ഫോട്ടോ എടുക്കാനുള്ളൊരു ഫീച്ചറുണ്ട്. അതേപോലെ സെക്കൻഡിൽ ഏകദേശം 7 ഫ്രെയിമോളം ക്യാപ്ചർ ചെയ്യാൻ പറ്റുന്ന, ഞെക്കി പിടിച്ച് കഴിഞ്ഞാൽ ക്യാപ്ചർ ചെയ്യാൻ പറ്റുന്ന പ്രസ് ആൻഡ് ഹോൾഡ് ആ ഒരു മെത്തേഡ് സിസ്റ്റം ഉണ്ട്. അതുപോലെ ഹാസൽബാഡിൻ്റെ പോർട്രേറ്റ് മോഡ് ഉപയോഗിച്ചിട്ട് 6 ഫോക്കൽ ലെങ്ത്തിൽ നമുക്ക് ഫോട്ടോസ് എടുക്കാൻ വേണ്ടി സാധിക്കും. അതേപോലെ നമ്മൾ നേരത്തെ പറഞ്ഞില്ലേ 135 mm ഒരു സൂമിങ് ഫെസിലിറ്റി ഉള്ളത്. അത് വേൾഡിൽ ഫസ്റ്റ് പോർട്രേറ്റ് മോഡാണ്. 135 mm ആദ്യമായിട്ട് വരുന്ന ഒപ്റ്റിക്കൽ പോർട്രേറ്റ് മോഡാണ് ഇതിൻ്റെ അകത്ത് വന്നിട്ടുള്ളത്. പിന്നെ ഓഡിയോ ക്യാപ്ചറിങ്ങിന് ഏകദേശം 4 മൈക്രോഫോൺസാണ് ഇതിൽ കൊടുത്തിട്ടുള്ളത്. അതുകൊണ്ട് ആ കാര്യത്തിൽ നമുക്ക് വലിയ ടെൻഷനില്ല. ഏത് മോഡലാണെങ്കിലും ഓഡിയോ അത്യാവശ്യം നന്നായിട്ട് ക്യാപ്ചർ ആവുന്നുണ്ട്. പിന്നെ നമ്മുടെ മെയിൻ സാധനം AI, ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ഇതിൻ്റെ അകത്ത് ഓൾറെഡി ഓപ്പോ AI ഫോൺ എന്നാണ് ഇതിൻ്റെ മുകളിലൊരു ബാഡ്ജിങ് ഏറ്റവും ടോപ്പിലായിട്ട് നിങ്ങൾക്ക് കാണാം. ഇതിൻ്റെ ടോപ്പിൽ തന്നെ ഓപ്പോ AI ഫോൺ 5X8 Pro എന്നാണ് എഴുതിയിട്ടുള്ളത്. അപ്പോൾ AI ക്ലാരിറ്റി എൻഹാൻസ് എന്ന് പറഞ്ഞൊരു AI ഫീച്ചർ ഇതിൻ്റെ അതുണ്ട്. അതായത് ലോ റെസൊല്യൂഷനിൽ വരുന്ന ഫോട്ടോസ് അല്ലെങ്കിൽ ക്രോപ്ഡ് ഇമേജസിനെ കുറച്ചും കൂടി എൻഹാൻസ് ചെയ്തിട്ട് അതിനെ അൾട്രാ ഹൈ ഡെഫിനിഷനിലേക്ക് കൺവേർട്ട് ചെയ്യുന്ന ഒരു ഫീച്ചർ ഇതുണ്ട്. അതേപോലെ AI അൺബ്ലറർ എന്ന് പറയുന്നൊരു ഫീച്ചറുണ്ട്. അതായത് നമുക്ക് മിസ്സായി പോയിട്ടുള്ള സാധനങ്ങളുണ്ട്. അപ്പോൾ നാച്ചുറൽ ഡീറ്റെയിൽസ് ആയിട്ടുള്ള സാധനങ്ങൾ ഇപ്പോൾ അതിന് റീസ്റ്റോർ ചെയ്യാൻ ഹെയർ അല്ലെങ്കിൽ സ്കിന്ന് ഇതിനൊക്കെ റീസ്റ്റോർ ചെയ്യാനുള്ളൊരു ഫീച്ചർ ഇതിൻ്റെ അകത്തുണ്ട്. അതേപോലെ AI റിഫ്ലക്ഷൻ റിമൂവർ എന്ന് പറയുന്ന സാധനം, നമ്മളിപ്പോൾ ഒരു ഫോട്ടോ എടുക്കുകയാണെങ്കിൽ മുമ്പിലൊരു കണ്ണാടി അങ്ങനെ ഉണ്ടെങ്കിൽ അതിൻ്റെ ഒരു ഗ്ലെയർ വരുമല്ലോ, അപ്പോൾ അത്തരം ഗ്ലെയേഴ്സിനെ റിമൂവ് ചെയ്യാനുള്ള ഇതൊക്കെ നമുക്ക് നെറ്റിൽ അവൈലബിൾ ആയിട്ടുള്ള ഫീച്ചേഴ്സ് തന്നെയാണ്. പക്ഷേ അത് ഇതിൻ്റെ അകത്ത് ഈ ഫോണിൻ്റെ അകത്തേക്ക് ഓൾറെഡി ഇൻബിൽഡ് ആയിട്ടാണ് വരുന്നത്. പിന്നെ ഇതിൽ വരുന്ന ഒരു ഫീച്ചറാണ് സ്റ്റുഡിയോ റീജനറേഷൻ ടൂൾ. ഇതിൻ്റെ അകത്ത് ഉപയോഗിക്കുന്നത് സോഷ്യൽ മീഡിയ അല്ലെങ്കിൽ പോസ്റ്റർ ക്രിയേഷൻ അങ്ങനത്തെ ഒരു ഇമേജിന് തന്നെ മൾട്ടി പർപ്പസ് ആയിട്ട് യൂസ് ചെയ്യുന്ന ഒരു ഫീച്ചറാണ്. പിന്നെ കുറച്ച് AIൻ്റെ പ്രൊഡക്ടിവിറ്റി റിലേറ്റഡ് ആയിട്ടുള്ള ടൂൾസ് ഉണ്ട്. ഇപ്പോൾ നമ്മൾ ഡെയിലി ലൈഫിൽ യൂസ് ചെയ്യുന്ന കുറച്ച് സാധനങ്ങളുണ്ടാവുമല്ലോ. അതായത് നമ്മൾ ഫ്രീ വേർഷൻ ട്രയലായിട്ട് ഉപയോഗിക്കുന്ന സമ്മറി അല്ലെങ്കിൽ സ്പീക്ക്, റൈറ്റ് ചെയ്യാനുള്ളത്, ഓഡിയോ റെക്കോർഡിംഗ് ഫീച്ചേഴ്സ്, ഇങ്ങനത്തെ ഇത്തരം എല്ലാ സാധനങ്ങളും ഇതിൻ്റെ അകത്ത് പ്രോ വേരിയൻ്റ് ആയിട്ട് നമുക്ക് ഇൻബിൽഡ് ആയിട്ട് അവൈലബിൾ ആണ്. ഇത് പവേർഡ് ബൈ ജെമിനി 1.5 Pro. അപ്പോൾ സോ നമുക്ക് ജെമിനീൻ്റെ പ്രീമിയം വേർഷൻ നമുക്ക് ഇതിൽ ഇൻബിൽഡ് ഫീച്ചറിൽ കിട്ടുന്നുണ്ട്. സോ അതുകൊണ്ട് ജെമിനി പ്രീമിയം വാങ്ങേണ്ട ആവശ്യമില്ല. പിന്നെ OSനെ കുറിച്ച് പറയുകയാണെങ്കിൽ ColorOS 15 ആണ്, Android 15 ആണ്. ഏകദേശം 800ഓളം പുതിയ ആനിമേഷൻസും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്. അതൊന്നും നമുക്ക് പ്രത്യേകിച്ച് കാര്യമുള്ള കാര്യമില്ല. സോ മെയിൻലി ക്യാമറയാണ്. ക്യാമറയിൽ ഞാൻ ഓൾറെഡി ഷൂട്ട് ചെയ്തിട്ടുള്ള കുറച്ച് വിഷ്വൽസ് കാണിച്ചിട്ടുണ്ട്. സോ ഇതൊരു പ്രൊമോഷണൽ വീഡിയോ അല്ല. 5X Pro ആരും വാങ്ങണമെന്നും പറയുന്നില്ല. നമ്മൾ ജസ്റ്റ് വാങ്ങി ഇതിനുള്ള ഫീച്ചേഴ്സ് നിങ്ങളെ പരിചയപ്പെടുത്തിയെന്ന് മാത്രമേ ഉള്ളൂ. സോ അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ബൈ.